അപ്പോൾ അതേ നമ്മൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എറണാകുളത്ത് വന്നു കഴിഞ്ഞപ്പോൾ അതേ നമ്മളൊരു ഗ്യാങ്ങിനെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരെല്ലാവരും നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ എറണാകുളം സെൻറ്ററിൽ എൻട്രൻസ് പരിശീലനം നേടി അവരുടെ ലക്ഷ്യസ്ഥാനത്ത് അവരുടെ സ്വപ്ന ക്യാമ്പസിൽ ഡ്രീം ക്യാമ്പസിൽ എത്തിച്ചേർന്ന വളരെ മിടുക്കരായിട്ടുള്ള 4 വിദ്യാർത്ഥികളാണ് നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ ഇവർ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ എറണാകുളം സെൻറ്ററിലെ ചാർജുള്ള നമ്മുടെ സാറന്മാരും ടീച്ചേഴ്സും എല്ലാവരും അവരെ കണ്ടുമുട്ടി. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും. അപ്പോൾ നമുക്ക് എറണാകുളം സെൻറ്ററിലെ അധ്യാപകരോടെ ഉണ്ട്. സാറേ, എന്ത് തോന്നുന്നു? നമ്മുടെ എറണാകുളം സെൻറ്ററിൽ പഠിച്ച കുട്ടികളാണ്. അവർ എറണാകുളം മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിഷൻ സാധ്യമാക്കി. അപ്പോൾ അവരെ നേരിട്ട് നമ്മളിവിടെ ക്യാമ്പസിൽ വെച്ച് തന്നെ കാണുകയാണ്. അപ്പോൾ സാർ എന്താണ് പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? ഇവരെ ഈ വർഷത്തിൽ കണ്ടപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം വന്ന ഒരു ലക്ഷ്യം, നമ്മുടെ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ പഠിക്കാൻ വന്നതിൻ്റെ ഒരു ലക്ഷ്യം സാധിക്കാൻ പറ്റി. അപ്പോൾ ഈ വർഷത്തിൽ കണ്ടപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം അത് തന്നെയാണ്. ഇവരെ ഈ ഒരു വർഷത്തിൽ കാണുക എന്നുള്ളത് തന്നെയാണ്. നന്നായിട്ട് പഠിച്ചുകൊണ്ടാണ് ഇവർക്ക് ഈ നിലയിൽ എത്താൻ പറ്റിയത്. അപ്പോൾ നമുക്ക് ഇവരോട് ഇവരുടെ എക്സ്പീരിയൻസിനെ പറ്റി ഒന്ന് ചോദിക്കാം. എൻ്റെ പേര് സഞ്ജു, ഞാൻ എറണാകുളം തേവരാന്ന് വരുന്നു. എൻ്റെ പേര് നുസൈബ, ഞാൻ ലക്ഷദ്വീപിൽ നിന്ന് വരുന്നു. ലക്ഷദ്വീപിൽ നിന്ന് വരുന്നല്ലേ? ലക്ഷദ്വീപിൽ നിന്ന്. ഞാൻ ശ്രീലക്ഷ്മി, ആലപ്പുഴ. എൻ്റെ പേര് ഗൗതം, ഞാൻ തൃശ്ശൂർ കൊടുങ്ങല്ലൂരിൽ നിന്ന്. സഞ്ജുവിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? നമ്മുടെ തേവര സെൻറ്ററിൽ നിന്ന് റിപ്പീറ്റ് പഠിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്താണ്? ബ്രില്യൻറ്റിൽ വന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്താണ്? ഞാൻ ബ്രില്യൻ തേവരയിൽ റിപ്പീറ്റേഴ്സ് ബാറ്റ് L8-ലായിരുന്നു പഠിച്ചത്. അപ്പോൾ എപ്പോഴും സപ്പോർട്ടിനായിട്ട് അനീഷ് സാറും ബിബിൻ സാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചർ നിത്യ മാഡം ഉണ്ടായിരുന്നു എപ്പോഴും. അപ്പോൾ ലൈക്ക് ഇപ്പോൾ മോഡൽ എക്സാംസിൻ്റെ സമയത്തൊക്കെ എപ്പോഴൊക്കെ മാർക്ക് കുറഞ്ഞാലും എന്തെങ്കിലും ഡൗൺ ആയാൽ അപ്പം തന്നെ എല്ലാവരും സപ്പോർട്ടിനും എന്തിനു വേണമെങ്കിലും അവരുടെ അടുത്ത് ചെന്നാൽ മതി. അവരപ്പം തന്നെ നമ്മളെ കാം ഡൗൺ ചെയ്യും. പിന്നെ അടുത്ത എക്സാമിന് കുറച്ചും കൂടി നല്ലോണം പ്രിപ്പയർ ചെയ്യാനും എല്ലാത്തിനും അവർ സഹായിക്കുമായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ വളരെ നല്ലൊരു എന്താ പറയുക സപ്പോർട്ടാണ് ബ്രില്യൻ ഫാമിലിയിൽ നിന്ന് കിട്ടിയത്. നീറ്റ് എഴുതുന്ന സമയത്ത് നമുക്ക് നല്ല ടെൻഷനായിരുന്നു. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എറണാകുളത്ത് കയറിയതുകൊണ്ട് നമുക്കെന്താ അതിൻ്റേതായ ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. റിപ്പീറ്റ് ചെയ്തിട്ടായാലും എന്താ പറയുക ഇത്രയും വലിയൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടുമെന്ന് പറഞ്ഞാൽ അത് വളരെ എന്താ പറയുക എൻ്റെ ഒരു ഇതിൽ ഭയങ്കര വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അതെല്ലാം ബ്രില്യൻ ഫാമിലി കാരണമാണ്. അനീഷ് സാറും ബിബിൻ സാറും ബാക്കിയുള്ള ടീച്ചേഴ്സും കാരണമാണ്. അടുത്തത് നുസൈബയെ പറ്റിയാണ്. നുസൈബയെ പറ്റി പറയുവാണെങ്കിൽ കടൽ കടന്ന് നമ്മുടെ ബ്രില്യൻറ്റിൽ പഠിക്കാൻ വന്നു. ലക്ഷദ്വീപിൽ നിന്ന് പഠിക്കാൻ വന്ന കുട്ടിയാണ്. സംസാരിക്കുമ്പോൾ പോലും എന്താ പറയുക ടെൻഷൻ കാരണം പേടിച്ച് വിറച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയാണ്. എൻ്റെ തന്നെ ക്ലാസ്സിൽ പഠിച്ച കുട്ടിയാണ്. L9 ബാച്ചിൽ പഠിച്ചതാണ്. അപ്പോൾ കൂടുതലായിട്ട് എനിക്ക് അവളെ പറ്റി അറിയാം. എങ്കിൽ പോലും ഈ ഒരു ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ടെൻഷൻ ഉണ്ടായിരുന്നു, ഭയങ്കര ടെൻഷൻ്റെ ആളായിരുന്നു. പേടിയുണ്ടായിരുന്നു. നമുക്കും ഈ പറഞ്ഞ റിസൾട്ടിൻ്റെ കാര്യത്തിൽ പേടിയുണ്ടായിരുന്നു. ടെൻഷൻ കാരണം എന്തെങ്കിലും സംഭവിക്കുക എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. എനിവേ എല്ലാം നന്നായിട്ട് തന്നെ വന്നു. അപ്പം നുസൈബയോട് തന്നെ ചോദിക്കാം, നമ്മുടെ ആ ഒരു ഇപ്പോഴത്തെ ഒരു എന്താണ് ഇപ്പോൾ നിനക്ക് പറയാനുള്ളത്? കഴിഞ്ഞ വർഷത്തെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും പുതിയ പിള്ളേരുമായിട്ട് ഷെയർ ചെയ്യണം, എന്താണുള്ളത്? എനിക്ക് ശരിക്കും സന്തോഷമുണ്ട്. സാറ് പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു. ലൈക്ക് ഞാൻ ഫസ്റ്റ് നീറ്റ് എഴുതിയപ്പോൾ തന്നെ ടെൻഷൻ കാരണം പേര് വരെ മാറ്റിയിട്ടാണ് എഴുതിയത്. എൻ്റെ പേരിന് വരെ ഉമ്മാൻ്റെ പേരൊക്കെ എഴുതി. അത്രയ്ക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം സാറിൻ്റെ ക്ലാസ്സിൽ തന്നെയായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഹോസ്റ്റലിലെ മിസ്സുമാരായാലും ലക്ഷ്മി മിസ്സായാലും സോണിയ മിസ്സായാലും ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ അനീഷ് സാറുണ്ട്. പിന്നെ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. കാരണം എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ആ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ മോളുടെ അതേ പ്രശ്നമുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാകും. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അഡ്വൈസ് എന്താണ്? മാക്സിമം ടെൻഷൻ കുറക്കുക, അതോ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ടെൻഷൻ കാരണം എനിക്ക് ശരിക്കും കുറേ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. മാക്സിമം ടെൻഷൻ കുറക്കുക. മോൾ തന്നെ അതിൻ്റെ ഒരു സൊല്യൂഷൻ പറയാം, എങ്ങനെ അവർക്ക് ടെൻഷൻ കുറയ്ക്കാം? മാക്സിമം നമ്മുടെ ഈ ഫാക്കൽറ്റീസിനോടൊക്കെ സംസാരിക്കാൻ ശ്രമിക്കാം. എനിക്ക് വല്ല ടെൻഷൻ വന്നാൽ എൻ്റെ മിസ്സുമാരോടും പിന്നെ സാറിനോടും മാക്സിമം സംസാരിക്കാൻ നോക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് മാക്സിമം ഒരു റിലീഫ് കിട്ടും, ശരിക്കും കിട്ടും. പിന്നെ പഠിക്കാൻ നിൽക്കുമ്പോൾ ഒരു റിഫ്രഷ്മെൻറ്റ് കിട്ടും. അടുത്തത് ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മി ആലപ്പുഴയാണ് ശ്രീലക്ഷ്മിയുടെ വീട്. ഇതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും ആക്റ്റീവായിട്ടിരിക്കുന്ന കുട്ടികളിൽ ഒരാളാണ്. എപ്പോഴും ഇപ്പോൾ എക്സാമിന് ഇപ്പോൾ മാർക്ക് ഇച്ചിരി കുറഞ്ഞാലോ അല്ല മാർക്ക് കൂടിയാലോ എല്ലാം ഒരേ എക്സ്പ്രഷൻ ആയിരിക്കും. പ്രത്യേകിച്ച് സങ്കടമോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും നന്നായിട്ട് ഫ്രീ ആയിട്ട് എക്സാം എഴുതാൻ പറ്റിയത് ഒരുപക്ഷെ അതൊക്കെ തന്നെയായിരിക്കാം. ബാക്കി നമുക്ക് ശ്രീലക്ഷ്മിയുടെ തന്നെ ചോദിക്കാം. ശ്രീലക്ഷ്മി, നമ്മുടെ ഇപ്പോൾ ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ എഴുതാൻ പോകുന്ന പിള്ളേർക്ക് കൊടുക്കാനുള്ള നല്ലൊരു മെസ്സേജ് എന്തായിരിക്കും? കാരണം നിങ്ങളുടെ അതേ സിറ്റുവേഷൻ, കഴിഞ്ഞ വർഷം നിങ്ങൾ നിന്ന അതേ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോൾ ആ പിള്ളേർ നിൽക്കാൻ വേണ്ടി. ഇനിയുള്ള 2 മാസം അല്ലെങ്കിൽ ഈ ഒരു സമയം, ഈ ഒരു എക്സാം ടൈം അവർക്ക് എന്താണ് അവർക്ക് മുന്നിൽ പറയാനുള്ളത്? സാറ് പറഞ്ഞ പോലെ തന്നെ സ്ട്രെസ്സിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് പലർക്കും നീറ്റ് ഭയങ്കര ടഫായിട്ട് തോന്നുന്നത്. നമ്മൾ പഠിക്കുന്നതിൻ്റെ പ്രശ്നമല്ല, നമ്മളായിട്ട് ചിന്തിച്ച് കൂട്ടി ഉണ്ടാക്കുന്ന കുറേ പ്രശ്നങ്ങളാണ്.
ഞങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ബിബിൻ സാറാണ് ഞങ്ങൾ ക്ലാസ് ടീച്ചറായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ നിൽക്കുന്നവരൊക്കെ ഓരോ ഘട്ടത്തിലായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളവരാണ്. നമ്മൾ എനിക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് അങ്ങ് ചെന്ന് പറയാനുള്ളൊരു അങ്ങനെ ഒരു മടിയുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ മുഖം മാറുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും മനസ്സിലാകും. അങ്ങോട്ടൊന്നും പറയേണ്ടി വന്നിട്ടില്ല, ഇങ്ങോട്ടായിട്ട് ചോദിക്കും. അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കി തന്നു നമുക്കെല്ലാം ഷെയർ ചെയ്യാനായിട്ടുള്ള. ഞങ്ങളുടെ ഹോസ്റ്റലിലെ മിസ്സുമാരാണെങ്കിലും സോണിയ മിസ്സ്, ലക്ഷ്മി മിസ്സ്, മുഖം മാറിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവർക്ക്. നമ്മളായിട്ടൊന്നും പറയണ്ട, ഇങ്ങനെ ഇരിക്കുമ്പോൾ വന്ന് നമ്മളടുത്ത് ഇങ്ങോട്ട് സംസാരിക്കും. അങ്ങനെ ഭയങ്കര നമ്മുടെ മെൻ്റൽ ഹെൽത്തിനൊക്കെ ഭയങ്കര സപ്പോർട്ട് തന്നിട്ട് ഒന്നും നോക്കണ്ട, പഠിച്ചോളാനാണ് പറഞ്ഞേക്കണേ, എന്താ ടെൻഷൻ അടിക്കണ്ട, വേറെ കൂടുതലൊന്നും ചിന്തിക്കേണ്ട, അങ്ങനെ നമ്മൾ കൊണ്ട് നടന്ന് നീറ്റ് പാസ്സാക്കി എടുപ്പിച്ച ആളുകളാണ്. അപ്പോൾ അവരുടെ മുമ്പിൽ വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പേടിച്ചൊക്കെ ഇരുന്ന ടൈമിൽ ഇപ്പോൾ അതേ ടൈമിൽ ഈ സമയത്ത് ഇവിടെ ഈ കോട്ട് ഇട്ടിട്ട് ഇവരുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എറണാകുളത്ത് തന്നെ പഠിച്ച് എറണാകുളം തന്നെ ഇപ്പോൾ കിട്ടി, പിന്നെ ഇവരെയൊക്കെ കാണാൻ പറ്റുന്നുള്ള സന്തോഷം തന്നെ. ശ്രീലക്ഷ്മി, നമ്മുടെ ഇനിയുള്ള ഇപ്പോൾ ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞ ഒരു സമയമാണ്. ഇനി ഒരു 3 മാസം നമ്മുടെ നീറ്റിലേക്കുള്ള സമയമാണ്. ഈ ഒരു സമയത്ത് കൂടുതലും കുട്ടികൾ ഹോസ്റ്റലിൽ ഇരിക്കുന്നവരുണ്ടാവും, റെഫറൻസിന് വരുന്നവരുണ്ടാവും, വീട്ടിൽ പോയി വരുന്നവരുണ്ടാവും, പലതരം ആൾക്കാരുണ്ടാവും. അപ്പം നമ്മുടെ ഹോസ്റ്റലിലുള്ള സ്റ്റുഡൻസിന് കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു മെസ്സേജാണ്. എങ്ങനെ പ്രിപ്പയർ ചെയ്യണം നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട്? എങ്ങനെ നമ്മളിപ്പോൾ ഓൾറെഡി എല്ലാ പോർഷനും ഒക്കെ കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക, അങ്ങനെ ഒരേ ടോപ്പിക്ക് തന്നെ വെച്ചുകൊണ്ടിരിക്കാണ്ട് പറ്റുന്നത്ര കവർ ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഓരോരുത്തർക്കും ഓരോ പോലെ ഇരിക്കും. ചിലർക്ക് ഹോസ്റ്റലിൽ ഇരിക്കുമ്പോഴായിരിക്കും പഠിക്കാൻ പറ്റുക, ചിലർക്ക് റെഫറൻസിന് പോകുമ്പോഴായിരിക്കും. ഞാനൊക്കെ ഫസ്റ്റ് ഹോസ്റ്റലിൽ തന്നെ ഇരുന്ന് പഠിക്കുന്ന ടൈപ്പായിരുന്നു. പക്ഷേ അവിടെ ഇരുന്ന് ചിന്തിച്ച് പ്രശ്നമാകാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ റെഫറൻസിന് പോകാൻ തുടങ്ങിയത്. അപ്പോൾ റെഫറൻസിന് പോകുമ്പോഴുള്ള ഗുണം എന്ന് പറയുമ്പോഴേക്കും നമുക്കവിടെ പ്രൊഫസേഴ്സ് വരും. അപ്പം ആരാ ഉണ്ടാവുകയെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഇപ്പോൾ കെമിസ്ട്രി ആണെങ്കിൽ അന്നിപ്പോൾ ഫുള്ള് കെമിസ്ട്രി എടുത്ത് വെച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ തീർത്തിട്ട്, അപ്പോൾ നമ്മുടെ CAG ഒക്കെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സാറിൻ്റെ വണ്ടി നോക്കിയിട്ട് ഞാൻ പാർക്കിങ്ങിൽ സാറിൻ്റെ വണ്ടി ഉണ്ടെങ്കിൽ ഉടനെ ഓടി സ്റ്റാഫ് റൂമിലേക്ക് പോകുമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് പറ്റുന്നത് പോലെ എന്താ നമ്മളൊരു പൊസിഷൻ മാറി ഇരുന്ന് അങ്ങനെ ഒരിടത്ത് തന്നെ ഇരുന്ന് പഠിക്കാണ്ട് ഇപ്പോൾ ഹോസ്റ്റലിൽ തന്നെ 24 മണിക്കൂറൊന്ന് പഠിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതൊരു ചടപ്പുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് റെഫറൻസ് റൂമിലൊക്കെ പോയിട്ട് ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യുക, പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്കിരുന്ന് കൂടുതൽ ചിന്തിച്ച് കൂട്ടാണ്ട് കുറച്ച് സോഷ്യലായിട്ട് നിന്ന് അത് ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. അടുത്ത നമുക്ക് ഗൗതത്തിനോട് ചോദിക്കാം. ഗൗതം, കഴിഞ്ഞ വർഷത്തുള്ള ഒരു എക്സ്പീരിയൻസ്, ബ്രില്യൻ്റിൽ പഠിച്ചപ്പോൾ ഉള്ള നിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? നമ്മുടെ ഇപ്പോൾ വരാൻ പോകുന്ന പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാമോ? ബ്രില്യൻറ്റിൽ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ബ്രില്യൻറ്റിൽ ഒരുക്കി തന്നിട്ടുണ്ട്. നമ്മുടെ ഹോസ്റ്റലിലെ വാർഡന്മാരായാലും നമ്മുടെ ജോബിൻ സാറും മഹേഷ് സാറും ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമ്മുടെ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം തന്നെ നമ്മൾ ജോബിൻ സാറിനോട് പോവുക. സാറ് പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ ലെവലിൽ നിന്ന് സംസാരിക്കും. നമ്മൾ പെട്ടെന്ന് നമ്മുടെ ടെൻഷനെല്ലാം പോകാൻ ജോബിൻ സാറ് ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ട്. പിന്നെ ഞാൻ സഞ്ജുവിൻ്റെ അതേ ബാച്ചായിരുന്നു, ലൈറ്റ് നിത്യാംശം ഞങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എറണാകുളം തേവര സെൻറ്റർ എന്ന് പറഞ്ഞാൽ പാല സെൻറ്റർ അതേപോലെ തന്നെയാണ്. നമ്മുടെ എല്ലാ സൗകര്യങ്ങളും പാലയിലുള്ള അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും നമ്മുടെ എറണാകുളം തേവര സെൻറ്ററിലുണ്ട്. നമ്മുടെ ലൈബ്രറി ഫെസിലിറ്റി ആയാലും എല്ലാവരും ഉണ്ട്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ അതേ ഈ ഒരു കോട്ടൊക്കെ ഇട്ട് ഇവിടെ നിൽക്കാൻ വളരെ പ്രൗഡായിട്ടുള്ള ഒരു മൊമെൻ്റാണ്. തീർച്ചയായും നമ്മുടെ ഇപ്പോൾ ഇനി നീറ്റ് എഴുതാൻ പോണ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഈ എക്സാം അടുത്ത് വരുന്ന സമയത്ത് ഗൗതത്തിന് പറയാൻ പറ്റിയ ഒരു നല്ല എക്സ്പീരിയൻസ്, ടെൻഷൻ കുറയ്ക്കാനായിട്ട് പറയാൻ പറ്റിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്? ടെൻഷൻ കുറയ്ക്കാന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മളെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇപ്പോൾ മാർക്ക് നോക്കാതിരിക്കുക. കാരണം മാർക്ക് നോക്കി നമുക്ക് നമ്മൾ കമ്പയർ ചെയ്യും മറ്റ് കുട്ടികളായിട്ട്. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ടെൻഷൻ വരും. അങ്ങനെ നോക്കാതിരിക്കുക. നിങ്ങൾ കൃത്യമായിട്ട് എക്സാം എഴുതുക, കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങളുടെ മാർക്ക് ഗ്രാജുവലി ഇമ്പ്രൂവ് ആകും. ഇപ്പോഴത്തെ മാർക്ക് കുറവാണ് അയ്യോ അങ്ങനെ ആലോചിക്കാണ്ടിരിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ പകുതി ടെൻഷനും പോകും. പിന്നെ നമ്മുടെ ഫാക്കൽറ്റീസായിട്ടൊക്കെ സംസാരിക്കുക, സാറുമാരായിട്ട് സംസാരിക്കുക. അവരൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യും. മോഡൽ എക്സാം ആയാലും നമ്മൾ യൂണിറ്റ് വൈസ് ആയിട്ടുള്ള ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഓരോ യൂണിറ്റും ഇതേ മോഡൽ എക്സാം വരുമ്പോൾ അത് മാക്സിമം കുറയും. ഫുള്ള് കവർ ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല, എന്നാലും നമ്മൾ മാക്സിമം കവർ ചെയ്യുക. പിന്നെ ബാക്കി വരുമ്പോൾ ഇനി ഓൾ യൂണിറ്റ് വരുമ്പോൾ നമുക്ക് ബാക്കി കവർ ചെയ്യാം. ഇപ്പം മാക്സിമം കവർ ചെയ്ത് പോവുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. തിയറി ഇങ്ങനെ കുറേ തിയറി ഇങ്ങനെ ബയോളജി എന്തായാലും തിയറി വായിക്കണം. പക്ഷേ
ബാക്കി ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യണം നമുക്ക് എന്തായാലും കാണാൻ പറ്റും. ഈ കുട്ടികളെ ഇങ്ങനെ കാണുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്നൊരു സന്തോഷം ഞങ്ങളുടെ ഫാമിലി ബ്രില്യൻ ഫാമിലിക്ക് അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഭയങ്കരമായ സന്തോഷമുണ്ട്. ഞങ്ങളുടെ സെൻറ്ററിൽ പഠിച്ചു അല്ലെങ്കിൽ നമ്മുടെ സെൻറ്ററിൽ ബ്രില്യൻ്റെ പാലായാലോ എറണാകുളം ആയാലോ ഏത് സെൻറ്ററിൽ പഠിച്ചാലും ഞങ്ങളെ കുട്ടികളെ കാണുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം അവരുടെ ഈ കോട്ട് ഇട്ട് കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു.